ശരീരം നമ്മളെപ്പോഴും വൃത്തിയോടെ കീപ്പ് ചെയ്യണം. കണ്ടോ? അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ശരീരത്തിൽ പൊടിപടലങ്ങളോ അഴുക്കോ ഉണ്ടായാൽ ഒരാൾ ബാത്റൂമിൽ പോയിട്ട് ശരീരത്തിൽ അഴുക്കുകൾ നീക്കുകയാണ്, പൊടിപടലുകൾ നീക്കാൻ വൃത്തിയാവാൻ വേണ്ടി ഞാൻ കുളിക്കുകയാണ്, സുന്നത്തായ കുളി ഞാൻ കരുതി കുളിക്കുകയാണ് എന്ന് കരുതിയാൽ ആ കുളി ഇബാദത്താണ്. ആ നിയത്തിന്റെ ഫലം നോക്കുക. ശരിക്കും അങ്ങനെ നമ്മൾ നിയത്ത് വെക്കണം. വൈകുന്നേരവും രാവിലെ ഒക്കെ കുളിക്കുമ്പോൾ വെറുതെ അങ്ങ് ഷവർ തിരിച്ചു പോകുന്നതിന് പകരം എൻ്റെ ശരീരത്തിൽ അഴുക്ക് നീക്കാൻ വേണ്ടി സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നമ്മൾ കരുതണം. ഇസ്ലാമിൽ അത് ഇബാദത്താണ്. ഒരാളത് നിയത്ത് വെക്കാതെ കുളിച്ചാൽ അയാളുടെ സോപ്പിന്റെ പതയും വെള്ളമൊക്കെ പൈപ്പിലൂടെ നേരെ വാഴത്തോട്ടത്തിലേക്കോ തെങ്ങും തടത്തിലേക്കോ പോകും. നിയത്ത് വെച്ചിട്ട് കുളിച്ചാൽ നേരെ ആ വെള്ളവും സോപ്പും മീസാന്റെ തട്ടിലേക്ക് പോകും. ചെറിയ വ്യത്യാസമുണ്ട്, ഒന്ന് മേലേക്കും താഴെ. എന്താ വേണ്ടി വെച്ചാൽ നമ്മൾ തീരുമാനിച്ചത്. കണ്ടോ? കുളി ഇബാദത്തായ ഒരു മതമാണ് നമ്മുടെ മതം. കണ്ടങ്ങള് നഖം മുറിക്കൽ, ആ മുറിക്കുന്നതിന്റെ ദിവസം സെലക്ട് ചെയ്യൽ, വിരൽ സെലക്ട് ചെയ്യൽ, അതിനൊക്കെ കൂലിയുണ്ട്. എന്തൊരു മതാന്ന് നോക്കിയാൽ നമ്മുടെ മതം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുക, നോമ്പെടുക്കുക എന്നുള്ളതല്ല. അത് മാത്രത്തിലായി ചുരുട്ടി വെക്കരുത്. പള്ളിയിലേക്ക് പോകുന്നു, സുഗന്ധം പുരട്ടൽ സുന്നത്താണ്. അവിടെയൊക്കെ നീയത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമ്മുടെ ഫിഖ്. ഒരാൾ സുഗന്ധം പുരട്ടുമ്പോൾ കരുതാണ് പള്ളിയിലുള്ളവർക്കൊക്കെ നല്ല റാഹത്താവണം. ഇന്ന് അങ്ങനെ കരുതിയാൽ എത്ര ആൾ മണക്കും അതിന്റെ അത്രയും കൂലി നമുക്ക് കിട്ടും. പള്ളിക്കും സന്തോഷം.